ആഫ്രിക്കൻ രാജ്യങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകക്രമത്തിൽ അമേരിക്കക്കും യൂറോപ്പിനും നിർബന്ധിത ഘട്ടങ്ങളിൽ പിന്തുണ നൽകേണ്ടി വന്നിരുന്ന ഭൂരിഭാഗം ആഫ്രിക്കൻ രാജ്യങ്ങളും ഇപ്പോൾ റഷ്യയെ ചേർത്ത് നിർത്താൻ മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്പിനെയും അമേരിക്കയും കൈവെടിയാനുള്ള കാരണം? റഷ്യയെ ചേർത്ത് നിർത്തുവാനുള്ള കാരണം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന് ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി. റഷ്യയുടെ ദേശീയ പതാക ദിനം മാലി അതിവിപുലമായാണ് ആഘോഷിച്ചത്. കുതിരസവാരിയിൽ റഷ്യൻ പതാകകൾ പാറിച്ചും റഷ്യൻ പതാകകൾ പതിച്ച ടീഷർട്ടുകൾ ധരിച്ചും പാട്ടുപാടിയും നൃത്തം ചവിട്ടിയുമായിരുന്നു അവർ റഷ്യൻ പതാക ദിനം വിപുലമായി ആഘോഷിച്ചത്. മാത്രവുമല്ല, മാലിയുടെ നാഷണൽ ട്രാൻസിഷണൽ കൗൺസിൽ അംഗവും മാലിയിലെ റഷ്യൻ ഹൗസിന്റെ തലവനുമായ അലിയോ ഡൗങ്കാര റഷ്യക്കാർക്ക് ആശംസകൾ നേർന്ന് ഒരു ഉഗ്രൻ പ്രസംഗം തന്നെ നടത്തി. അതിങ്ങനെയായിരുന്നു: പ്രിയ സുഹൃത്തുക്കളെ, ഈ പ്രശസ്തമായ അവധിക്കാലത്ത് റഷ്യൻ ഫെഡറേഷന്റെ പതാക ദിനത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ റഷ്യയോട് നന്ദിയുള്ളവരാണ്. റഷ്യൻ മാലിയൻ സൗഹൃദം നീണാൻ വാഴട്ടെ എന്ന്. ഈ ഒരു പ്രസംഗം കേവലം ഒരു പ്രസംഗം മാത്രമായിരുന്നില്ല, റഷ്യയോടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വിശ്വാസം കൂടിയായിരുന്നു. റഷ്യൻ പതാകയിലെ വെള്ള കളർ സ്വാതന്ത്ര്യത്തെയും നീല വിശ്വാസത്തെയും ചുവപ്പ് രാജ്യ അസ്തിത്വത്തെയും ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നതാണ്. ഇതാണ് മാലി തുറന്നു കാണിച്ചത്. മാലി മാത്രമല്ല, മുൻപ് പല ആഫ്രിക്കൻ രാജ്യങ്ങളും അമേരിക്കൻ സൈനികവൽക്കരണത്തെയും യൂറോപ്യൻ സൈനികവൽക്കരണത്തെയും സ്വന്തം മണ്ണിൽ നിന്നും പുറത്താക്കുവാനും അവരുടെ അധീശത്വം അവസാനിപ്പിക്കുവാനുമൊക്കെ തീരുമാനിച്ച വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ലോകക്രമത്തിൽ റഷ്യൻ ശാക്തിക നീക്കങ്ങൾക്ക് കരുത്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുമൂലം കാണുന്നത്. മാത്രവുമല്ല, അമേരിക്കയേക്കാൾ യൂറോപ്പിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വിഭാഗം റഷ്യൻ ഫെഡറേഷൻ ആണ് എന്ന് ആഫ്രിക്കൻ നേതാക്കൾ വിലയിരുത്തുന്നു. അതിൻ്റെ പ്രധാന കാരണം റഷ്യ ഇത്തരം രാജ്യങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂറും വിശ്വാസവും അവരുടെ പെരുമാറ്റവും അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെയാണ്. അമേരിക്കയും യൂറോപ്പും ആഫ്രിക്കയെ പലതരത്തിൽ ചൂഷണം ചെയ്യുമ്പോൾ റഷ്യ വിശ്വാസ്യത പുലർത്തുന്നു എന്നതാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ റഷ്യ ഇടപെടുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇടപെടുകയും ഗദ്ദാഫി പോലുള്ളവരെ സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്ത പടിഞ്ഞാറിൻ്റെ പ്രവൃത്തിയെ അവർ നീരസത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, കോവിഡ് വാക്സിനേഷനുകൾ നൽകുന്ന കാര്യത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളോട് അമേരിക്ക ഉൾപ്പെടെ വിവേചനം കാട്ടി എന്നും ധാതുഖനി ശേഖരണങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടത്ര വിഹിതം നൽകാനോ പോഷകാഹാരങ്ങൾ നൽകാനോ പാശ്ചാത്യ രാജ്യങ്ങൾ കൂട്ടാക്കുന്നില്ല എന്നുള്ള പരാതിയുമാണ് ഈ രാജ്യങ്ങൾക്കുള്ളത്. എന്നാൽ റഷ്യയാവട്ടെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സൈനിക പിന്തുണ നൽകുകയും സൈനിക പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു വരികയാണ്. റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ് വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പരിശീലനം ഉൾപ്പെടെ നടത്തി സജീവമായി കൊണ്ടിരിക്കുകയാണ്. 33-ലധികം ആഫ്രിക്കൻ രാജ്യങ്ങളാണ് റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. റഷ്യയുടെ 18% ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും ഇപ്പോൾ ഇതേ ആഫ്രിക്കയിലേക്കാണ്. റഷ്യയിൽ നിന്നും വലിയ തോതിൽ ഗോതമ്പും മറ്റ് ധാന്യങ്ങളും ആഫ്രിക്കക്ക് നൽകി അവരുടെ പട്ടിണി മാറ്റാൻ ശ്രമിക്കുകയാണ് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകരമായി ആഫ്രിക്കൻ ഖനികൾ റഷ്യ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അമേരിക്ക നൽകിയതിനേക്കാൾ പരിഗണനകൾ റഷ്യ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നൽകുന്നുമുണ്ട്. റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ റഷ്യ ഇടപെടാത്തതും ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് റഷ്യയെ വിശ്വസിക്കാവുന്ന കൂട്ടാളിയാക്കി മാറ്റാൻ പറ്റിയ കാരണമാണ്. നേരത്തെ 2022-ൽ റഷ്യക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് ഏറെ ചർച്ചയായിരുന്നു. മാറുന്ന ലോകക്രമത്തിൽ റഷ്യ ചൈന ചേരിയുടെ സാമ്പത്തിക സാങ്കേതിക സൈനിക സഹായങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം. എക്കാലവും വിട്ടുവീഴ്ച ചെയ്തിട്ടും തങ്ങൾക്ക് പട്ടിണിയും ദാരിദ്ര്യവും അവഗണനയും മാത്രം സമ്മാനിച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ വെടിയാൻ ഇതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ തയ്യാറാവുകയും ചെയ്തു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഈ സഹകരണം റഷ്യൻ കമ്പോളത്തെ ഏറെ സഹായിക്കും. ഇത് റഷ്യക്ക് ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കുവാനും സഹായിക്കും. അതിനേക്കാളൊക്കെ ലോക രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ മേൽക്കോയ്മ അവകാശപ്പെടാനും അവർക്ക് സഹായകമാകും.